சும்மா ட்ரெஸ் எல்லாம் பேக் பண்ணியா? ஏண்டி மூஞ்ச கும்முன்னு இருக்க? உனக்கு வர விருப்பம் இல்லைன்னா நீ வர வேணாம். நீ அண்ணன் அம்மா கட்டி பிடிச்சி இங்க இருந்துக்கோ. நான் போயிடுவேன்னு சொன்னா போயிடுவேன். அப்புறம் தனியா போய் சாராயம் அடிச்சுட்டு சுத்துறதுக்கா? ஒண்ணு வேணாம். நீ இல்லன்னா நானும் இங்க இல்ல, நமக்கு ஒண்ணாவே போலாம். நான் இங்க வேணா இருக்கலாம். இங்க இருந்து அவன் மூஞ்சில நேரடியா பார்க்க முடியாது. நான் தண்ணி போட்டு வருவேன், சண்டை போடுவேன். இப்படி நிக்கணுமா வேணாமா? எப்படி തണ്ണി അടിപ്പിയാ? ഇങ്ങനെ കിടന്ന് കുറച്ചോണ്ടിരുന്ന ഞാൻ എന്തോ വേണം? ആരെന്ത് ചെയ്യാൻ പറ്റുമെന്ന് കുരക്കണം, അങ്ങനെ കുറച്ചോട്ട്. ஆமா, நியாயம் பேசுறவன் எல்லாம் குறைக்கிறவன். நீங்க எல்லாம் நேர்மை உள்ளவர், நல்லவர், நல்லா பேசுவேன். நான் பேசினா அது குறைக்கிறது இல்ல. അണ്ണാ, അതിന് മാത്രം അവരൊന്നും പറഞ്ഞില്ലല്ലോ. 2 ദിവസം കൂടി നിന്നിട്ട് പോയാൽ മതിയെന്നേ. அது உனக்கு அது நிசாரமா இருக்கலாம். நீ கேட்க வேண்டியவள் கேட்டுதானே ஆகணும். அந்த மாதிரி தானே இவன் பண்ணி வச்சிருக்கான். அது ശരിയാ. நீ அறிவாளி. ஏன் இப்படி இருக்கிற? அவன் சொன்ன கரெக்ட் தானே? മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല, പിന്നെ എന്താ ചെയ്യുക? നീ ഒരു കാര്യം ചെയ്യും, പൂവച്ച വേഗം ഇറങ്ങിക്കോ. മലയാളം എനിക്ക് അറിയില്ലെന്നോ? ഞാൻ നന്നായിട്ട് മലയാളം പറയും. എനിക്ക് മലയാളം അറിയായിട്ടല്ല, ഞാൻ തമിഴ് പറഞ്ഞ നിങ്ങൾക്ക് അറിയില്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ മലയാളത്തിൽ പറയാത്തത്. വാസുട്ടി, ആ ഒന്ന് കേട്ടോ. ഒന്നുമില്ലെന്ന് അളിയാൻ പോവാൻ വേണ്ടി നിൽക്കാണ്. അളിയാൻ പോവാൻ നിൽക്കാണ്. എവിടെ പോണു? കോയമ്പത്തൂർക്ക്. അല്ല, പുള്ളി 2-3 ദിവസം നിൽക്കാൻ വേണ്ടിയല്ലേ വന്നത്? അത് ചെറിയൊരു കശപിശ. അപ്പൊ ഇന്നലെ രാത്രി കള്ളം കുടിച്ചിട്ട് അവിടെ പരീക്കൂട്ടറ വീടിന്റെ ഉമ്മർത്ത് പോയി കിടന്നു. അപ്പൊ അത് ശരിയല്ലാതെന്ന് പറഞ്ഞ് ഞങ്ങൾ വെറുതെ തന്നെ പറഞ്ഞു രാവിലെ. അപ്പൊ അതിന്റെ പേരിൽ മൂപ്പ് കയറി ഇപ്പൊ ഇറങ്ങാൻ നിൽക്കാണ്. എന്നാ പോകാൻ പറ്റേട്ടാ. എന്തേ? റസിയുടെ മാല കാണാനില്ല, 5 പവന്റെ മാല കാണാനില്ലേ? അത് പെണ്ണുങ്ങളല്ലേ എവിടെയും കൊണ്ടുപോയിട്ടുണ്ടാവൂടാ. ഇല്ലടാ, പുള്ളീനെ അവൾക്ക് നല്ല സംശയമുണ്ട്. ഇന്നലെ അടിച്ചു മൂത്ത അവിടെ വാതിക്കെ കിടന്നേച്ച് വേറെ ആരും അവിടെ ചെന്നിട്ടുമില്ല. അപ്പൊ പരീക്കുട്ടി എന്നോട് പറഞ്ഞു വാസുട്ടിനോട് ചോദിക്കണ്ട, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു സംശയമുള്ള സ്ഥിതിക്ക് നമ്മളത് ചോദിക്കണ്ടേ? എങ്ങനെടാ പുള്ളി അത് എടുക്കില്ല? അല്ല, ഇല്ലാന്ന് വെറുതെ അയാൾ എന്തെങ്കിലുമൊക്കെ ബഹളം വെച്ചോണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് കക്കൊന്നുമില്ല. എന്തെന്നീ പറയുക? അങ്ങനെയല്ല, എടുക്കൂലെന്ന് എനിക്കറിയാം. നമ്മൾ എടുത്തിട്ടില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തണ്ടേ? അല്ലത് മര്യാദ. ഞാനത് കേട്ടതുകൊണ്ടാണ് നിന്നോട് വന്ന് പറയണ. ഇതെങ്ങനെ ഞാൻ പോയി ചോദിക്കും? എനിക്ക് ചോദിക്കാൻ പറ്റുമോ? അന്നൊരു പണിയേ, അളിയനോടൊന്ന് ഞാൻ വിളിക്കണം എന്ന് പറഞ്ഞ. ഞാൻ ലൈനിലൊന്ന് ചോദിച്ചിട്ട് ഇനി അബദ്ധത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്തേക്കാൻ ഞാൻ പറഞ്ഞോളാം. നീ അറിഞ്ഞ പോലെ നടിക്കണ്ട. അളിയാ, என்ன ജോസൂട്ടി വിളിക്കുന്നുണ്ട്. எதுக்கு? ഒന്നാ വിളിച്ചല്ലേ? வேண்டா, ஜோசூட்டி இல்லைன்னு ஆறு சொன்னாலும் சரி, நான் போகுன்னு சொன்னா போ. இங்க இருக்க முடியாத என்னால. അല്ല, ഇത് വേറെന്തോ കാര്യം സംസാരിക്കാനാണ്. ചെല്ല്. ജോസൂട്ടിയുടെയും കൂടി കൂട്ടുകാരനല്ലേ നിങ്ങളുടെ ബായി. അവ ഇന്ന് എന്നോട് ചെയ്തത് എന്താന്ന് ഇവനും അറിയണമല്ലോ. അവനോട് പറയട്ടെ. ഞാൻ ആരുടെ ഭാഗത്താന്ന് അവൻ പറയും. കേട്ടോളൂ നിങ്ങൾ. മല്ലികേ, അമ്മ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അവിടെ റസിയുടെ ചെയിന് കാണാനില്ലെന്ന്. എത്ര പവനുണ്ടായിരുന്നു എനിക്കറിയില്ല. അവിടെയൊക്കെ നല്ലതുപോലെ നോക്കാൻ പറ. എല്ലായിടത്തും ഒരു നോക്കി. ഒരു പ്രശ്നമുള്ള എന്താണെന്നറിയോ? അവർക്കൊരു സംശയമുണ്ട്. അളിയനെ എന്നടാ ജോസൂട്ടി சொல்றேன். ഞാൻ എടുത്തിട്ടെന്ന് சொல்லியா? അത് 5 പവന്റെ മാല ഞാൻ தான் എടുത്തെന്ന് சொன்னியா ബായി? സൗണ്ട് ഉണ്ടായി. അങ്ങനെ അവര് പറഞ്ഞില്ല. പിന്നെ എങ്ങനെ சொன்னது சொல்லு. അളിയൻ ഇന്നലെ അവിടെ പോയി കിടന്നപ്പോ വേറെ ആരും വന്നിട്ടില്ല. അപ്പൊ ഒരു സംശയം. எத்தனை பேர் இருக்கு? ஏன் என்ன மட்டும் சந்தேகப்படுறதுக்கு என்ன காரணம்? என்ன காரணம் சொல்லு. அங்க பாய் இருக்குதுல்ல, பொண்டாட்டி இருக்குதுல்ல, இங்க வாசு இருக்குதுல்ல, இவர் ആരും സന്ദേഹപ്പെടാമ എന്നയാ സന്ദേഹപ്പെട്ടെ? ഒച്ചെടുക്കല്ലേ, ഞാൻ പറയട്ടെ. അണ്ണൻ എടുത്തുന്നല്ല, ഞാൻ അബദ്ധത്തില് അറിയാതെ. അപ്പൊ നീയും അബദ്ധത്തില് ഞാൻ എടുത്തു നീയും சொல்ற. இதெல்லாம் டிராமாடா, டிராமா. நாங்க தண்ணி போட்டு படுத்ததுக்கு என்ன வெளிய விடுறதுக்கு நான் திருடன்னு சொல்லிட்டேன். இப்போ நான் திருடன் ஆச்சுல. ഒച്ചെടുക്കല്ലേ എന്ന് പറയാ. மாவி எல்லாரும் வாங்க. இப்போ எல்லாருக்கும் திட்டாச்சுல. இப்போ நான் திருடன். ആര് പറഞ്ഞല്ലോ? பாய் வீட்டுல அவர் பொண்டாட்டியோட 5 பவுண்ட் மாலை காணாம போச்சா? இது நான் எடுத்துட்டேன்னு சொல்லி இருக்கிறேன். ഞാനല്ല പറഞ്ഞത്. யாரு சொன்னாரு? அவதானே சொன்னேன். ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കി. എനിക്ക് കേட்கணும்னு கேட்கணும். என்ன சொன்ன? தெரிஞ்சோ தெரியாமலோ நான் ஒரு தப்பு பண்ணிட்டேன். நேத்து தண்ணி போட்டு வந்து படுத்தது தப்புதான். அதுக்கு இவ்வளவு பெரிய தண்டனை எனக்கு தரக்கூடாது. இப்ப நீங்க என்ன சொன்னீங்க? இவரோட மாலை நான் திருடிட்டேன்னு சொன்னேன்ல. எல்லாரும் சேர்ந்து என்ன திருடனாக்கி இங்க இருந்து வெளியே துரத்துறீங்கல்ல.
எதுக்கு பாய் இப்படி எல்லாம் பண்றீங்க? ആ ശരി 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 കുഴപ്പമില്ല കുഴപ്പമില്ല മിണ്ടാണ്ട് നിക്ക്. എന്നാലും എല്ലാരും சேர்ந்து എന്നെ തിരുടനാക്കിയിട്ടില്ല. പോട്ടെ 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 വിട് വിട്. அப்பா, ഇതിനെ വരയ്ക്ക് ഞാൻ തിരുടണതില്ല. உழைச்சுதான் துறை இத்தனை காலம் ആ வாழ்ந்து. അതെല്ലാവർക്കും അറിയാലോ വിട്. அப்படின்னு இப்படி பேச மாட்டேன் இவன். அப்படின்னு இப்படி பேச மாட்டேன். தள்ளிகளை நீங்க மலையாளிகள் எல்லாம் இப்படியேதா. நீங்க எல்லாம் பெரிய பெரிய மானியங்க. நீங்க ஏதாவது ஒன்று களவு போனா அப்ப தமிழன் தெலுங்கன் பெங்காலி அப்படின்னு சொல்லி அவர் திருடிட்டுன்னு சொல்லி அவர் மேல போட்டுருவேன். நீங்க நல்லவங்க, பெரியவங்க, நல்லவங்க. நாங்க வெளியூர்காரங்க எல்லாம் திருடங்க இல்ல. പോട്ടെ 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 വിട് വിട് വിട്. ஏன் போட்டேன்? நான் திருடிட்டேன்னு சொன்னல. நான் பாரு விடுறீங்க. എന്താണ് ഈ കാണിക്കാളിയാ നീ? ഇത് பாரு எடுத்துற பாரு. எப்படி பாரு? மரியாதை இல்ல இடத்துல நமக்கு எதுக்கு நிக்கணும்? வாங்க போலாம் வீட்டுக்கு. டேய் பிடிச்சா பாரு. பிடி போலாம் போலாம். പറഞ്ഞു വിട്. ஜெபி போறே நாய்க்கு நிக்க மாட்டே நீ. பாவி எனக்கு அம்மா இல்ல, அண்ணன் இல்ல. இவளோட அம்மா அண்ணன் எனக்கும் அம்மா அண்ணன் மாதிரி நினைச்சது அடிக்கடி வந்துட்டு போறது. அதுக்கு இந்த மாதிரி ஒரு தண்டனை தரக்கூடாதுமா. இனி நான் இங்க வர மாட்டேன். இனி ஏதோ ஒரு நாளைக்கு இவ உழைச்சு ஒரு வீடு வச்சா தாங்க வருவேன். அல்லாத இவன் முன்னாடி இப்படி ஓச்சானிச்சு நிக்க வேண்டிய அவசியம் துறக்கில்ல. வாடி வாடி ஓ മാമാ മാമാ ഉമ്മ ഉമ്മ ഇത് കട്ടിലിന്റെ അടിയിൽ നിന്ന് കിട്ടിയതാ. എന്ത് ചെയ്യ? എന്താണ് റസീത്? ഒരു സാധനം കാണാതെ പോയ വെച്ചോടത്ത് ശരിക്കും നോക്കണ്ടേ? എന്നിട്ടല്ലേ ആളുകളെ സംശയം പറയണത്? ഇപ്പൊ ആ പാവപ്പെട്ടവനെ വെറുതെ കള്ളനാക്കിയില്ലേ? ഇതൊന്നും ശരിയല്ല പരീക്ക. വീണ് കിടക്കണോ ചവിട്ടണതിന് ഒരു മാന്യതയൊക്കെ വേണം. ജോസുട്ടേ, എന്ത് ജോസൂട്ടി? ആ ജോസുട്ടേ, വാസുട്ടേ, അമ്മ ഓളെന്തേലും പറഞ്ഞു വെച്ചിട്ട് അമ്മ മാറിക്കാട്